യുടെ പട്ടാമ്പി ഏരിയ സമ്മേളനത്തിന്റെ ആദ്യത്തെ അജണ്ടയായിട്ടുള്ള പതാക ഉയർത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയുള്ളത് എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് അർജുൻ ടി.ആർ ആണ്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്കകത്ത് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എസ്.എഫ്.ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് അനുജ വി.എസ്, അതുപോലെ സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള ഗോപാലകൃഷ്ണേട്ടൻ, എസ്.എഫ്.ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ സഖാവ് ജിജീഷ്, വിവേക് അശ്വതി തുടങ്ങി അതുപോലെ എസ്.എഫ്.ഐയുടെ മറ്റ് എസ്.എഫ്.ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അഭിഷേക് ഉടൻ തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും അദ്ദേഹം. അതുപോലെ എസ്.എഫ്.ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഷാദിലി തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന എസ്.എഫ്.ഐയുടെ ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എത്തിയുള്ള മുഴുവൻ പ്രതിനിധി സഖാക്കളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എസ്.എഫ്.ഐയുടെ ഏരിയ പ്രസിഡന്റ് സഖാവ് ജീവയോട് അഭ്യർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം ജനാധിപത്യം, സ്വാതന്ത്ര്യം ജനാധിപത്യം, സ്വാതന്ത്ര്യം ജനാധിപത്യം, സ്വാതന്ത്ര്യം ജനാധിപത്യം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം, ജനാധിപത്യം സോഷ്യലിസം, സോഷ്യലിസം സിന്ദാബാദ്, സോഷ്യലിസം സിന്ദാബാദ്, സോഷ്യലിസം സിന്ദാബാദ്, സോഷ്യലിസം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഈ ലോകത്തിനകത്ത് ഏതെങ്കിലും ഒരു പ്രദേശം പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാൽ ആദ്യം പ്രതിഷേധിക്കുന്നത് ആ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളായും ലോകത്തിന്റെ ഏത് ചരിത്രമെടുത്ത് നോക്കിയാണ്. പണ്ട് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ലോകത്തിനകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായി ഇന്ന് നരേന്ദ്രമോദി ഇപ്പോ ആ മഹാനോടൊപ്പമാണ് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള നരേന്ദ്രമോദി ആളുകളെ പച്ചയ്ക്ക് കൊല്ലുന്നില്ലായിരുന്നു, കൊല്ലാതെ കൊല്ലുന്നു നരേന്ദ്രമോദി. അന്ന് ആ കാലഘട്ടത്തിനകത്ത് മനുഷ്യരെ ഇങ്ങനെ തങ്ങൾ എന്തിനാണ് മരിക്കുന്നത് എന്ന് പോലും അറിയാത്ത നിലയിലേക്ക് ആ മനുഷ്യരെ ഇയാപ്പാറ്റകളെ പോലെ കൊന്നു തള്ളിയിരിക്കുന്ന ലോകത്തിനകത്ത് ഏറ്റവും വലിയ സൂര്യനായിട്ടുള്ള ഭരണാധികാരി ഹിറ്റ്ലർ ഇങ്ങനെ ജർമ്മനിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഹിറ്റ്ലറുടെ ചെയ്തികൾക്കെതിരായി ഒരു നോട്ടം കൊണ്ട് പോലും പ്രതിഷേധിക്കാൻ കഴിയാതിരുന്ന ജനത, ജർമ്മനിയിലെ ജനത. ഇത്തരം നയങ്ങൾ, തീരുമാനങ്ങൾ, ഈ ചെയ്തികൾ, ക്രൂരതകളൊക്കെ തെറ്റാണെന്ന് ആ ജനതയ്ക്ക് മുഴുവൻ അറിയാം. എന്തിനാണ്
തന്റെ ഒപ്പം നിൽക്കുന്നവൻ, എന്തിനാണ് താൻ കണ്ടു വളർന്നവൻ അവനിങ്ങനെ മരിച്ചു വീഴുന്നത് എന്തിനാണെന്ന് പോലും അറിയാതിരുന്ന ജനതയ്ക്ക് ഒരു വാക്കുകൊണ്ട് പോലും ഹിറ്റ്ലറുടെ ചെയ്തികൾക്കെതിരായി പ്രതിഷേധം ഉയർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. എന്തിനാ ഒരു നോട്ടം കൊണ്ട് പോലും തങ്ങൾക്ക് പ്രതിഷേധം അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ ജനത. ആ കാലമല്ലാണ് ജർമ്മനിയിലെ ക്യാമ്പസുകളിൽ നിന്ന് ഹിറ്റ്ലറുടെ ഇത്തരം നയങ്ങൾ തെറ്റാണെന്നുള്ള പ്രതിധ്വനി ആദ്യം ഉയർന്നു വരുന്നത്. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥിത്തിന്റെ പല ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല മിടുക്കരായി പഠിച്ച് നല്ല ഈ പറയുന്ന വിദേശത്തും മറ്റുമൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ ജർമ്മനിയിലെ നാഷണൽ സർവകലാശാല പോയി ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായ ആ സർവകലാശാലയുടെ ലൈബ്രറിയിലെടുത്ത് ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ള ആ സർവകലാശാലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും ഇങ്ങനെ ഒത്തുവെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ മറ്റൊന്നും ആയിരുന്നില്ല. ഈ സർവകലാശാല എത്രയും വേഗം അഗ്നിക്കിരയാക്കണം. കാരണം ചിന്തിക്കുന്ന ആയിരക്കണക്കിന് തലച്ചോറുകൾ അധിവസിക്കുന്ന കേന്ദ്രമാണിത്. ഇവരുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കും, എന്റെ നയങ്ങളെ ഇവരില്ലാതാക്കും. അതുകൊണ്ട് ഈ സർവകലാശാല എത്രയും വേഗം അഗ്നിക്കിരയാക്കണം എന്നൊരു ഏകാധിപതി ആ സർവകലാശാലയിലെ ആ നാട്ടിലെ വിദ്യാർത്ഥികളെ മുന്നിൽ പറഞ്ഞത്. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. ആ രാജ്യത്തിനകത്ത് വർണ്ണവർക്കെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് സ്കൂളുകളിൽ നിന്നായിരുന്നു, ക്യാമ്പസുകളിൽ നിന്നായിരുന്നു. നിറത്തിൽ കറുത്തുപോയതിന്റെ പേരിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, പഠനം നിഷേധിക്കപ്പെട്ട മനുഷ്യർ, നിറത്തിൽ കറുത്തു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് പഠനം നിഷേധിക്കപ്പെട്ടപ്പോൾ നിറത്തിലല്ല മനുഷ്യത്വത്തിലാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ക്യാമ്പസുകൾ കലാലയങ്ങൾ തയ്യാറായത്. ആ തയ്യാറാവലായിരുന്നു പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, വർണ്ണവർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കൊടുക്കുന്ന ഒരു സമരമായി മാറി, ഏടായി മാറി. ഇതിനേറെ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഭഗത് സിംഗും സുഖദേവും രാജ്ഗുരുവും ഒക്കെ തൂക്കുമരക്കായി വരുമ്പോൾ ഒരു വിദ്യാർത്ഥികളായിരുന്നു. ഇവരെന്റെ ക്ലാസ്സിൽ നിന്ന് ചരിത്രം പഠിക്കേണ്ടവരല്ല, ഈ നാടിന്റെ ചരിത്രം സൃഷ്ടിക്കേണ്ടവരാണെന്ന് സഖാവ് EMS ചൂണ്ടിക്കാണിച്ചുകൊണ്ട് EMSന്റെ ചരിത്രാധ്യാപകൻ പറഞ്ഞപ്പോൾ EMS വിദ്യാർത്ഥിയായിരുന്നു. യൂണിയൻ ജാക്കിനാൽ കഴിവേറ്റ ധീരരെ നിങ്ങളുടെ പടയിൽ തലമുറകൾ വരികയായി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് വലിച്ചെറിയുന്ന സമയത്ത് മഹാരാജാസ് കോളേജിനകത്ത വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ മുദ്രാവാക്യം, ആ വിദ്യാർത്ഥികൾ ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത കാലഘട്ടം. അങ്ങനെ എന്തിനേറെ പറയുന്ന ലോകത്തിനകത്തെ ലക്ഷണമൊത്ത സമരങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പസുകൾ, കലാലയങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ കാരണമായിരിക്കുന്നത്. സാരക്കാരനൊന്നും ഇരിക്കുന്ന ആളുകളൊന്നും സാരക്കാരല്ല. ഏറ്റവും കരുത്തുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും കരുത്തോടുകൂടി ഈ നാട്ടിലെ ശരിതിന്മകൾക്കെതിരായി, തിന്മകൾക്കെതിരായി പോരാട്ടം നടത്താൻ കഴിയാവുന്ന കാലമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിരിക്കുന്നു. ലോകത്തിനകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കകത്തും അഭിപ്രായമുള്ളവരാണ് നമ്മൾ വിദ്യാർത്ഥികൾ. പ്രത്യേകിച്ച് ഇടതുബോധ്യത്തിൽ ഉയർന്നിട്ടുള്ള സാർവദേശീയ കാഴ്ചപ്പാടിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. സ്വസഭക്കാരെ പറ്റിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിഹാസങ്ങൾ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്പം തുറക്കും. ഇവിടെ പ്രതിഷേധമായിട്ടും ബാനർ ഉയർത്തിക്കൊണ്ടൊക്കെ ഇവരിങ്ങനെ നടക്കാൻ വേണ്ടി പോകും, ഇവരിങ്ങനെ പുറത്തേക്ക് പോയിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നപ്പോ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് SFI തെരുവുകളിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ കേരളത്തിനകത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വർഗീയവാദികളും ഈ SFI വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് പ്രചരണം തുടങ്ങി. ഇപ്പൊ ട്രംപ് പേടിച്ചു, SFI തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, ഇപ്പൊ ട്രംപ് പേടിച്ച് രാജിവെക്കും എന്ന് പറഞ്ഞു വികസിക്കാൻ തുടങ്ങി. കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത്, ലോകത്തിലെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും പ്രകൃതി നാശങ്ങൾ ഉണ്ടായാൽ, ആമസോൺ മഴക്കാടിൽ തീപിടിച്ചപ്പോൾ ബക്കറ്റുമായി വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി വന്നവരെല്ലാം SFI എന്ന പരിഹാസത്തോടെ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പരിഹസിക്കുന്നതിനിടയിൽ ലോകത്തിനകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കകത്തും അഭിപ്രായം പറയുന്നതിന് വേണ്ടിയും നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട വ്യക്തികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾക്ക് യാതൊരു മടിയുണ്ടായിട്ടില്ല. നിങ്ങൾ എത്രത്തോളം പരിഹസിക്കാൻ വേണ്ടി തീരുമാനിച്ചോളൂ, അത്രത്തോളം ആ പരിഹാസത്തെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിന്റെ ഭാഗമായി നിങ്ങൾ ഇപ്പോഴും ഈ പൊട്ടക്കിടക്കിലെ തവളകളായി ജീവിക്കുന്നത് കൊണ്ടല്ലേ എന്നുള്ള ഒരു നിസ്സഹായതയോടുകൂടി ഞങ്ങൾ അതിനെ എഴുതുകയാണ്. പക്ഷേ ഞങ്ങൾ ഇടതുബോധ്യത്തിലൂടെ ഊന്നിയിട്ടുള്ള സാർവദേശീയ കാഴ്ചപ്പാടുള്ള വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഈ ലോകത്തിനകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കകത്തും അഭിപ്രായം പറയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തന റിപ്പോർട്ടിനകത്തും മേൽക്കമ്പനിയിലുള്ള സഖാക്കൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ലോകത്തിനകത്ത് നടക്കുന്ന, ഇന്ത്യക്കകത്ത് നടക്കുന്ന, കേരളത്തിനകത്ത് നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും ഇങ്ങനെ കൃത്യമായി പ്രതിപാദിക്കും.